ഹലോ എല്ലാവർക്കും സ്റ്റഡി വെൽ വിത്ത് മീയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്ത ഹീസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റോറിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വൈ വാസ് ദ സീഗിൾ എഫ്രൈഡ് ടു ഫ്ലൈ? എന്തുകൊണ്ടാണ് കടൽ കാക്ക പറക്കാൻ ഭയപ്പെട്ടത്? ആൻസർ: The seagull was afraid to fly because below him was the vast sea and he thought his wings would never support him and he would fail into the sea and die. കടൽ കാക്ക പറക്കുവാൻ പേടിച്ചതിന് കാരണം താഴെ വിശാലമായി പരന്നു കിടക്കുന്ന കടലാണ്. പറക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ ചിറകുകൾ തന്നെ താങ്ങില്ലെന്നും കടലിൽ വീണ് മരിക്കുമെന്നും കരുതിയിട്ടാണ് അവൻ പറക്കാൻ ഭയപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 2. What did the parents do to motivate the young bird when it failed to muster up enough courage to fly? പറക്കാനുള്ള ധൈര്യം സംഭരിക്കാൻ കഴിയാതെ വന്നപ്പോൾ കുഞ്ഞു പക്ഷിയെ പ്രചോദിപ്പിക്കാൻ മാതാപിതാക്കൾ എന്താണ് ചെയ്തത്? ആൻസർ: They came around calling to him loudly. They scolded him and even threatened to starve him. അവർ അവനെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ചുറ്റും വന്നു. അവർ അവനെ ശകാരിക്കുകയും പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 3. How did the parents support and encourage the young seagull's brothers and sister? യങ് സീഗിളിൻ്റെ സഹോദരന്മാരെയും സഹോദരിയെയും മാതാപിതാക്കൾ എങ്ങനെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു? ആൻസർ: They flew about vilify them, trying to perfect them into the art of flight. They taught them how to skim the waves and how to dive for fish. അവർ അവരുടെ ചുറ്റും പറന്നു അവരെ പരിപൂർണമാക്കാൻ ശ്രമിച്ചു. പറക്കാനുള്ള കലയാണ് പഠിപ്പിക്കുന്നത്. തിരമാലകളെ എങ്ങനെ മറികടക്കാമെന്നും മത്സ്യത്തിനായി എങ്ങനെ മുങ്ങാമെന്നും അവർ അവരെ പഠിപ്പിച്ചു. Fourth question. Cite an instance which shows the pathetic condition of the young bird. ഇളം പക്ഷിയുടെ ദയനീയാവസ്ഥ കാണിക്കുന്ന ഒരു ഉദാഹരണം എഴുതാൻ വേണ്ടിയാണ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ആൻസർ: When the sun was shining hot, the young bird felt the heat all the more because he had not eaten anything since yesterday night. He searched everywhere, but not a scrap of food was found. He even gnawed at the dried pieces of eggshell from which he and his brothers and sister were hatched. It was like eating a part of himself. സൂര്യൻ്റെ ചൂടുള്ളപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിക്കാത്തതിനാൽ ഇളം പക്ഷിക്ക് ചൂട് കൂടുതലായി അനുഭവപ്പെട്ടു. എല്ലായിടത്തും തിരിഞ്ഞെങ്കിലും ഒരു കഷ്ണം ഭക്ഷണവും കണ്ടില്ല. താനും സഹോദരന്മാരും സഹോദരിയും വിരിഞ്ഞ മുട്ടത്തോടിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ പോലും അവൻ കടിച്ചു. അത് തൻ്റെ ഒരു ഭാഗം തിന്നതുപോലെയായിരുന്നു അവന് തോന്നിയത്. ക്വസ്റ്റ്യൻ നമ്പർ 5. How did the bird try to reach its parents without having to fly? തൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറക്കാതെ എത്തിച്ചേരാൻ അവൻ എങ്ങനെ ശ്രമിച്ചു? ആൻസർ: He trotted back and forth from one end of the ledge to the other, trying to find some means of reaching his parents without flying. But on each side of him the ledge ended in a sheer fall of a precipice with the sea under. There was a deep, wide crack between him and his parents. അവൻ പാറയുടെ അറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് ഓടി. പറക്കാതെ മാതാപിതാക്കളുടെ അടുത്തെത്താൻ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ്റെ ഇരുവശത്തും പരന്നു കിടക്കുന്ന കടലാണുള്ളത്. അവനും മാതാപിതാക്കളും തമ്മിൽ ആഴമേറിയതും വിശാലവുമായ വിള്ളലുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. Why could the seagull not succeed in its attempt? എന്തുകൊണ്ടാണ് കടൽക്കാക്കിക്ക് അതിൻ്റെ ശ്രമത്തിൽ വിജയിക്കാനാവാത്തത്? ആൻസർ: The seagull could not succeed in its attempt because there was nothing to walk on that would bring him to his parents. A deep, wide crack separated him from his parents and there was no way for him to reach them except by flying to them. കടൽ കാക്കയ്ക്ക് അതിൻ്റെ ശ്രമത്തിൽ വിജയിക്കാനായില്ല. കാരണം അവനെ മാതാപിതാക്കളുടെ അടുത്തെത്തിക്കാൻ ഒന്നും നടക്കാനില്ലായിരുന്നു. ആഴമേറിയതും വിശാലവുമായ ഒരു വിള്ളൽ അവനെ മാതാപിതാക്കളിൽ നിന്നും വേർപെടുത്തി. അവരുടെ അടുത്തേക്ക് പറക്കുകയല്ലാതെ
അവന് എത്തിച്ചേരാൻ ഒരു മാർഗവുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 7. ഡു യു തിങ്ക് ദാറ്റ് ദ യങ് സീഗിൾസ് പാരൻസ് വർ ക്രൂവൽ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യങ് സീഗിളിൻ്റെ മാതാപിതാക്കൾ ക്രൂരരാണെന്ന്? ആൻസർ: നോ, ഐ ഡിഡ്ന്റ് തിങ്ക് സോ. ദേ വർ നോട്ട് ക്രൂവൽ ബട്ട് ദേ വർ വൈസ്. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അവർ ക്രൂരരായിരുന്നില്ല, എന്നാൽ അവർ ജ്ഞാനികളായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ്? മാതാപിതാക്കളുടെ മനോഭാവത്തെ നിങ്ങൾ ന്യായീകരിക്കുമോ? ആൻസർ: The parents were right in what they did. They wanted to teach him the importance of confidence and self-reliance. One can't depend on his parents all his life for his livelihood. He should learn to find food for himself once he reaches a certain stage of his life. We see the mother hen picking and driving away her chicks once they are grown. മാതാപിതാക്കൾ ചെയ്തതിൽ ശരിയായിരുന്നു. ആത്മവിശ്വാസത്തിൻ്റെയും സ്വാശ്രയത്തിൻ്റെയും പ്രാധാന്യം അവനെ പഠിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ മാതാപിതാക്കളെ ആശ്രയിക്കാൻ കഴിയില്ല. അവൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി ഭക്ഷണം കണ്ടെത്താൻ പഠിക്കണം. കുഞ്ഞുങ്ങളെ വളർത്തിക്കഴിഞ്ഞാൽ തള്ളക്കോഴി കൊത്തിയോടിക്കുന്നത് നാം കാണുന്നില്ലേ? അതുപോലെ. 9th question. Your parents sometimes behave in the same manner. They may seem cruel and unrelenting. Does it mean that they do not love you? നിങ്ങളുടെ മാതാപിതാക്കളും ചിലപ്പോൾ അതേ രീതിയിൽ പെരുമാറും. അവർ ക്രൂരന്മാരും അനുകമ്പയില്ലാത്തവരുമായി തോന്നിയേക്കാം. അതിനർത്ഥം അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണോ? ആൻസർ: The parents sometimes behave in this cruel and unrelenting manner to make you self-reliant. It doesn't mean they do not love you. It means they love you, and that is why they train you to be independent and self-reliant. If they treat you as a helpless baby all the time, you will remain a helpless baby. So it is their love that forces them to be seemingly cruel and unrelenting at times. നിങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്നതിന് മാതാപിതാക്കൾ ചിലപ്പോൾ ഈ ക്രൂരമായ രീതിയിൽ പെരുമാറും. അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്വതന്ത്രരും സ്വയം ആശ്രയിക്കുന്നവരുമായി പരിശീലിപ്പിക്കുന്നത്. അവർ നിങ്ങളെ എല്ലായ്പ്പോഴും ഒരു നിസ്സഹായ ശിശുവായി കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നിസ്സഹായ ശിശുവായി തുടരും. അതുകൊണ്ട് അവരുടെ സ്നേഹമാണ് ചില സമയങ്ങളിൽ ക്രൂരവും അചഞ്ചലവുമായി തോന്നാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. 10th question. What prompted the young seagull to fly finally? ഒടുവിൽ പറക്കാൻ യങ് സീഗിളിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ആൻസർ: It was his hunger that prompted the young seagull to fly finally. He was very hungry, and the mother would not give him the fish she had brought with her. She wanted him to fly to her to get it. അവൻ്റെ വിശപ്പാണ് യങ് സീഗിളിനെ ഒടുവിൽ പറക്കാൻ പ്രേരിപ്പിച്ചത്. യങ് സീഗിളിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അമ്മ കൊണ്ടുവന്ന മീൻ കൊടുക്കില്ല. അത് ലഭിക്കാൻ അവൻ തൻ്റെ അടുത്തേക്ക് പറക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. 11th question. Why was the young bird terrified? How did it overcome its fear? എന്തുകൊണ്ടാണ് യങ് സീഗിൾ ഭയപ്പെട്ടത്? എങ്ങനെ ഫിയറിനെ ഓവർകം ചെയ്തു? ആൻസർ: The young bird dived at the fish his mother was carrying. When he dived, he fell outwards and downwards into space. The wind rushed against his breast feathers and his stomach and wings. He could feel the tips of his wings cutting through the air. He was not falling. How? He was soaring. He thus overcame his fear. യങ് സീഗിൾ അവൻ്റെ അമ്മ ക്യാരി ചെയ്തു കൊണ്ടുവന്ന മത്സ്യത്തിൻ്റെ അടുത്തേക്ക് പറന്നുയർന്നു. ഒരു ബഹിരാകാശത്ത് പോയതുപോലെയാണ് അവന് ഫീൽ ചെയ്തത്. അവൻ താഴേക്കും മുകളിലേക്കും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അവൻ്റെ ബ്രസ്റ്റിൻ്റെ ഫെതേഴ്സിലും അതുപോലെ തന്നെ സ്റ്റൊമക്കിലും വിങ്സിലും ഒക്കെ കാറ്റ് റഷ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവന് ഫീൽ ചെയ്യാണ് അവൻ്റെ വിങ്സിൻ്റെ ടിപ്പ് കാറ്റിനെ കട്ട് ചെയ്തുകൊണ്ടാണ് പറന്നു പോകുന്നതെന്ന് തോന്നിയാണ്. അങ്ങനെ അവൻ കുതിച്ചു വരികയായിരുന്നു. അങ്ങനെ അവൻ തൻ്റെ ഭയത്തെ മറികടന്നു. 12th question. How did the family support the seagull? കടൽ കാക്കയെ കുടുംബം എങ്ങനെ പിന്തുണച്ചു, അതായത് എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്തത്? ആൻസർ: The mother flew past him, making joyful sounds. His father flew over him, screaming with joy. His two brothers and sister were flying around him, soaring and diving. In this way, the family supported him. ആഹ്ലാദകരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് അമ്മ അവനെ മറികടന്നു. സന്തോഷം കൊണ്ട് നിലവിളിച്ചുകൊണ്ട് അച്ഛൻ അവൻ്റെ മേൽ പറന്നു. അവൻ്റെ 2 സഹോദരന്മാരും സഹോദരിയും അവന് ചുറ്റും പറന്നുയരുകയും മുങ്ങുകയും ചെയ്തു. ഈ രീതിയിൽ കുടുംബം അവനെ സപ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why could not the young seagull stand on the green sea? എന്തുകൊണ്ടാണ് യങ് സീഗിളിന് ഗ്രീൻ സീയിൽ നിൽക്കാൻ കഴിയാത്തത്? ആൻസർ: The young seagull could not stand on the green sea because the legs would go down the water, but when his belly touched the water, he did not sink further. യങ് സീഗിളിന് ഗ്രീൻ സീയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം അവൻ്റെ കാലുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. എന്നാൽ വയറ് വെള്ളത്തിൽ തൊട്ടപ്പോൾ അവൻ മുങ്ങുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ദ ബേർഡ്സ് പാരൻസ് ലവ്ഡ് ഹിം? വൈ? പക്ഷിയുടെ മാതാപിതാക്കൾ അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? ആൻസർ: ഓഫ് കോഴ്സ് ദ ബേർഡ്സ് പാരൻസ് ലവ്ഡ് ഹിം. ദേ വാണ്ടഡ് ടു ടീച്ച് ഹിം how to be courageous and self-confident. The mother even came with a piece of fish to tempt him to attempt the flight. And when finally he flew, all the family members showed their joy by flying with him and making happy noises. തീർച്ചയായും പക്ഷിയുടെ മാതാപിതാക്കൾ അവനെ സ്നേഹിച്ചു. ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവനായിരിക്കാൻ അവനെ പഠിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. പറക്കാൻ അവനെ പ്രലോഭിപ്പിക്കാനായി അമ്മ ഒരു കഷ്ണം മത്സ്യവുമായി വന്നു. ഒടുവിൽ അവൻ പറന്നപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അവനോടൊപ്പം പറന്ന് സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കി അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു.